കാഞ്ഞങ്ങാട്ടെ ലളിതകലാ അക്കാദമിയുടെ ആർട്ട് ഗ്യാലറിയിൽ വിഷ്വൽ ജേണി ചിത്രശില്പ പ്രദർശനത്തിന് തുടക്കമായി. ചീമേനി ചെമ്പ്രകാനത്തെ ചിത്രശില്പകലാ അക്കാദമിയിലെ വിദ്യാർത്ഥിയായ മനീഷ് കോട്ടൂരിൻ്റേതാണ് ഈ പുതിയ പ്രദർശനം. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. ചെമ്പ്രകാനം ചിത്രശില്പകലാ അക്കാദമിയിലെ KGC ഫൈൻ ആർട്സ് ആനിമേഷൻ 2ാം വർഷ വിദ്യാർത്ഥിയാണ് ബോവിക്കാനം സ്വദേശിയായ മനീഷ് കോട്ടൂർ. ഈ യുവ കലാകാരൻ തൻ്റെ 30ഓളം ചിത്രശില്പങ്ങളുടെ പ്രദർശനമാണ് കാഞ്ഞങ്ങാട്ടെ ലളിതകലാ അക്കാദമിയുടെ ആർട്ട് ഗാലറിയിൽ ഒരുക്കിയിട്ടുള്ളത്. വ്യാഴാഴ്ച രാവിലെ കണ്ണൂർ സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ KP ജയരാജൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഒരു പ്രധാന കാര്യം പറയണമെന്ന് എനിക്ക് തോന്നുന്നത്, ചിത്രകല അഭ്യസിക്കുന്നത് കൊണ്ടും അത് ഔദ്യോഗികമായി പഠിക്കുന്നത് കൊണ്ടും അങ്ങനെയൊക്കെ വലിയ ഗുണമുണ്ടോ എന്ന് നെറ്റി ചുളിച്ച് സംസാരിക്കുന്ന വിദ്യാഭ്യാസ വിചക്ഷകന്മാരൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാവില്ലേ. നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷകന്മാരെ കൊണ്ട് എഴുത്തുകാരെ കൊണ്ട് ആരും അങ്ങനെ പ്രകോപനപരമായി എടുക്കില്ല എന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ ഈ കോവിഡിന് ശേഷം സംഭവിച്ച ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് നമ്മളൊരു 10-25 ഒഴിച്ച് ബാക്കി എല്ലാവരും എഴുത്തുകാരായി. കാസർഗോഡ് ജില്ലാ മുൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ B. അബ്രഹാം മുഖ്യാതിഥിയായി പങ്കെടുത്തു. നല്ല കഴിവുള്ള ഒരു ആളാണ്. എൻ്റെ ചിത്രം വരക്കും അയാൾ. മാത്രമല്ല ഈ കന്നഡത്തിൻ്റെ, നമ്മുടെ കന്നഡ ഏരിയയാണ്, കന്നഡത്തിൻ്റെ കവികളുടെ രാഷ്ട്രകവികളുടെ ഒരു ചിത്രം വരക്കാൻ അയാളോട് പറയുമ്പോൾ ചെമ്പ്രകാനം ചിത്രശില്പകലാ അക്കാദമി ചെയർമാൻ ആർട്ടിസ്റ്റ് രവീന്ദ്രൻ തൃക്കരിപ്പൂർ ചടങ്ങിൽ അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർ ചന്ദ്രൻ മാസ്റ്റർ, പ്രസ് ഫോറം പ്രസിഡന്റ് ഫസൽ റഹ്മാൻ, സന്തോഷ് കൃഷ്ണൻ പുളിങ്ങോം എന്നിവർ സംസാരിച്ചു. ചിത്രകാരൻ മനീഷ് കോട്ടൂർ നന്ദി പറഞ്ഞു. ചിത്രകലാരംഗത്ത് വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കണമെന്നതാണ് മനീഷ് കോട്ടൂരിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കലാപാരമ്പര്യമുള്ള വിശ്വകർമ്മകുലത്തിൽ പിറന്ന മനീഷിൻ്റെ പിതാവും വാസ്തുവിദ്യാ വിദഗ്ധനാണ്. +2 പ്രണയിനി, യക്ഷഗാനത്തിൻ്റെ ഉൾപ്പൊരുൾ, കടലിൻ്റെ കർഷകൻ, വിഘ്നേശ്വരൻ്റെ മത്സ്യം, എരിയുന്ന ഹോർമോസ് കടൽ, അപ്പൂപ്പൻ്റെ വേദനകൾ, ആരോഗ്യരത്നം, യുദ്ധത്തിൻ്റെ നേർക്കാഴ്ചകൾ തുടങ്ങിയവയാണ് മനീഷിൻ്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ. ജൂൺ 7 വൈകുന്നേരം 5 മണിയോടെ ചിത്രശില്പ പ്രദർശനം അവസാനിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.